സ്നേഹത്തിന് വേണ്ടി ഞാൻ ആരെയും പുറകെ നടക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ സ്നേഹത്തിന് വേണ്ടി പുറകെ നടക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഞാൻ എന്നെ ഉപേക്ഷിക്കുമ്പോഴാണ്. എന്നെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരാൾ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ ഈ പറഞ്ഞ അബാൻഡൻമെന്റ് കൊണ്ട് നമ്മൾ ഹീലാവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം. ഓക്കെ, നമ്മൾ ഹീലായി കഴിഞ്ഞാൽ നമ്മൾ ഹീല് ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലുള്ള ടോക്സിക് പാറ്റേൺസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പാറ്റേൺസ് എന്തൊക്കെയാണ് നമ്മളിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ അബാൻഡൻമെന്റ് ഇഷ്യൂ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ അൺഅവൈലബിലിറ്റി. ഇമോഷണൽ അൺഅവൈലബിലിറ്റി എന്ന് പറയുന്നതിന് നമുക്കൊരു രണ്ട് ആസ്പെക്റ്റിൽ എടുക്കാം. അതായത് നമ്മൾ ഹീലാവാത്തതുകൊണ്ട് നമുക്ക് തോന്നുന്ന ഒരു അമിതമായിട്ടുള്ള ഒരു ഇമോഷണൽ നീഡ്, അത് മറ്റുള്ളവരാരും എനിക്ക് ഇമോഷണലി അവൈലബിൾ അല്ല എന്ന് തോന്നുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ ആയിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്, ഫ്രണ്ട്സിനെ ആയിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ കൊണ്ട് നടക്കും. അപ്പൊ അതൊരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതായത് ശരിക്കും നമ്മളുടെ ഇമോഷണൽ നീഡ്സ് മറ്റൊരാൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പലപ്പോഴും നമ്മൾ പ്രണയത്തിലേക്കൊക്കെ എടുത്ത് ചാടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രണയിക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതാണ്, നമ്മളുടെ ഇമോഷണൽ നീഡ്സ് കംപ്ലീറ്റ് ആയിട്ടും ആ വ്യക്തി സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളത്. നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയും, എന്നെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഒരാളുണ്ടായിരുന്നെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം. ഇത് പക്ഷെ ശരിക്കും നമ്മളുടെ ലൈഫ് ലോങ് നമ്മളുടെ ഇമോഷണൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ മറ്റൊരാളിനെ കൊണ്ട് പറ്റുമോ? അതാണ് ഇന്നത്തെ ചോദ്യം. ആദ്യമൊക്കെ പല പ്രണയങ്ങളിലും ഒക്കെ അല്ലെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, ആ ഒരു അവൈലബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും അല്ലേ? നമ്മളെ മനസ്സിലാക്കുന്ന സമയം വരെയൊക്കെ എന്നൊക്കെ നമ്മൾ പറയും, നമ്മുടെ കഥകളൊക്കെ കേൾക്കുന്ന സമയം വരെയൊക്കെ ഉണ്ടാവും ആ ഒരു അവൈലബിലിറ്റി. പോകെ ആ ഒരു അവൈലബിലിറ്റിയുടെ പാറ്റേൺ കിട്ടിക്കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഡോപ്പമൈൻ റിലീസ് കാരണം നമ്മൾ നീഡി ആവാൻ തുടങ്ങുമ്പോൾ ആ അവൈലബിലിറ്റി പതുക്കെ കുറഞ്ഞു വരാറാണ് പതിവ് അല്ലേ? അപ്പം നമ്മൾ കൂടുതൽ പാനിക്കാവും. ഓരോ പുതിയ റിലേഷൻഷിപ്പിലും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഇമോഷണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആണ് നമ്മളുടെ ആഗ്രഹം, അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ശരിക്കും നമ്മളുടെ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടത് എവിടെയാണെന്നറിയോ? അതായത് ഇങ്ങനൊരു അമിതമായിട്ടൊരു ആഗ്രഹം വരുന്നത് പോലും നമ്മളോടൊപ്പം നമ്മളില്ല എന്നുള്ള ഒരു ആംഗിളിൽ നിന്നാണ്. അതായത് എന്നോടൊപ്പം ഞാൻ ഇല്ലാത്തതുകൊണ്ടാണ് മറ്റൊരാളെൻ്റെ ഇമോഷണൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലും. സാധനം ഇത്തിരി ഡീപ്പാണ്. ആദ്യമൊന്നും ചിലപ്പോൾ നമ്മുടെ തലയിലോട്ടത് കയറില്ല. ഓക്കെ, അപ്പം ആലോചിച്ച് നോക്കൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളോടുള്ള ട്രസ്റ്റ് ഇല്ലായ്മയാണ് മറ്റൊരാൾ എപ്പോഴും നമുക്ക് കൂടെ വേണം എന്നുള്ളൊരു ആഗ്രഹം പോലും ഉണ്ടാവുന്നത്. പിന്നെ ഇതൊന്നും പെട്ടെന്ന് നടക്കുന്ന ഒരു വർക്കല്ല. നമ്മൾ ഈ ഇന്നർ വർക്കിനേക്കാളും കുറച്ചും കൂടി ഡീപ്പറാണ് ഷാഡോ വർക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളുടെ മൈന്യൂട്ടായിട്ടുള്ള ആ ഡാർക്ക് സൈഡിനെ പോലും നമ്മൾ എടുത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള നോർമൽ ഹീലിംഗ് മൊഡാലിറ്റീസിൻ്റെ ഒരു തേർഡ് ലെയർ ആയിട്ടൊക്കെ വരും ഇത്. അപ്പോൾ അതിലേക്കൊന്നും നമുക്കിപ്പോൾ പോകണ്ട. പക്ഷെ എന്താണ് നമ്മൾ അക്നോളജ് ചെയ്യുക, നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം പോലെ എന്താണെന്നുള്ളത്. ഓക്കെ, അവർക്ക് ശരിക്കും സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അവർ അൺഅവൈലബിൾ ആവുന്നത്. അവർ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഡീപ്പർ കണക്ഷൻ, ഒരു ഇൻറ്റിമസി, ഒരു സ്നേഹം, കെയറിങ്, ലവ് ഒക്കെ അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ നിന്നും പഠിച്ച അവരൊരു പാഠമുണ്ട്. അതായത് ഒരുപാട് ഡീപ്പായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻസ് ഒന്നും സേഫ് അല്ല